നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആന്റി ഇതെന്തൊക്കെയാ പറയുന്നേ? ഋതുമോളുടെയും അശ്വിന്റെയും എൻഗേജ്മെന്റിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഈ എൻഗേജ്മെന്റിന്റെ കാര്യം രാജുനറിയായിരുന്നോ? ഒരു മിനിറ്റ്, ഞാനത് റെഡി ആയിക്കോട്ടെ. അത് ഋതിക മാഡം, ഒരിക്കലും മാഡം ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇന്ന് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. എല്ലാം ഫേസ് ചെയ്യാനുള്ള മനഃശക്തി ദൈവം മാഡത്തിന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനാവില്ല. ഋതിക മാഡത്തിന്റെ ആഗ്രഹത്തിനൊത്ത് ഇതുവരെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ നിസ്സഹായനാണ്. രാജു, ഞാൻ റെഡിയാ. അച്ഛൻ എത്തുന്നതിന് മുൻപ് ഞാൻ താഴെ എത്തണം, അതല്ലേ മര്യാദ? നോക്കി നിൽക്കാതെ വന്നേ, ഒന്ന് വന്നേ രാജു. ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുവോ ഇല്ലയോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. എൻഗേജ്മെന്റ് നടക്കുവോ? അല്ല, എല്ലാം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും ഈ പ്രതാപൻ ഇതുവരെ ഒന്നും മറക്കാൻ കഴിയാത്തത് ഭയങ്കരം തന്നെ. പത്മാവതിയെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അവൻ പ്രണയിച്ചതല്ലേ. വർമ്മയുടെ മനസ്സിനേറ്റിട്ടുള്ള മുറിവ് അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും ഒരുപാട് വലുതാ. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു പിടിവാശി. എന്തൊരു കഷ്ട പാവ ഋതിക മോള്. അച്ഛൻ പിറന്നാൾ ആഘോഷിക്കാൻ പോവാന്ന് പറഞ്ഞ് നിലത്തും താഴെയൊന്നുമല്ല ആ കുട്ടി നിന്നത്. നിമിഷ നേരം കൊണ്ടല്ലേ എല്ലാം തലകീഴായി മറിഞ്ഞത്. ദൈവമൊന്ന് സമാധാനിക്കാതെ രാജു വർമ്മ സാറിന്റെ അടുത്തേക്കല്ലേ പോയിരിക്കണേ. അവൻ സാറിനെ സമാധാനപ്പെടുത്തും. അല്ല, ഋതിക മേഡം എവിടെ പോയി? ദേ വരുന്നു രണ്ടാളും. ഞാൻ പറഞ്ഞില്ലേ, വർമ്മ സാറിനെ കണ്ടില്ലല്ലോ. ഋതിക മാഡം സന്തോഷത്തോടെ വരുന്ന കണ്ടാലറിയില്ലേ നല്ല വർമ്മ സാറും വരുന്നു. ഈ രാജു നമ്മൾ ഉദ്ദേശിച്ചതിലും വിളഞ്ഞവനാ. എനിക്ക് തോന്നുന്നത് അവൻ ആ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള പെർമിഷൻ അമ്മാവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഇറങ്ങി വരികയാണെന്ന്. ബർത്ത്ഡേ അല്ലേ, കേക്ക് കട്ട് ചെയ്യട്ടെ. നമുക്ക് പ്രധാനം എൻഗേജ്മെന്റ് മുടക്കുന്നതല്ലേ. എന്തെല്ലാരും ഇങ്ങനെ നോക്കുന്നത്? ഋതിക അമ്മയുടെ കേക്ക് കെട്ടിയാൻ പോവാ. അല്ല, ആ ഇവന്റ് മാനേജ്മെന്റ് ആളവിടെ. സർ, ആ കേക്ക് ഇങ്ങോട്ട് എടുത്തോളൂ. ഓക്കെ സർ. അല്ല, എന്റെ അനിയനില്ലാതെ കേക്ക് കെട്ടിയാനോ? അതെങ്ങനെ ശരിയാകും? വർമ്മ സാർ ഇപ്പൊ വരും മാഡം. അംബിക മാഡം അങ്ങോട്ട് നോക്കി. വാടോ, ചെല്ലേ. ഋതിക മാഡം, ഇനി എന്താ താമസം? കട്ട് ചെയ്തോളൂ.
എന്താ മേഡം മടിക്കുന്നത്? ആദ്യം മധുരം വർമ്മ സാറിന് നൽകുക. കൊടുക്കും മോളെ. നീ എന്തിനെങ്ങനെ മടിച്ചു നിൽക്കുന്നേ? എടോ വർമ്മേ, ഒരു പീസ് കേക്ക് എടുത്ത് ഋതുമോക്ക് കൊടുക്ക്. എന്റെ ഈ സന്തോഷത്തിന്റെ കാരണം നീയാണ് രാജു. അമ്മേ, ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമാണോ അതോ എൻഗേജ്മെന്റ് കൈകെട്ടിയെന്ന് കാണേണ്ടി വരും നമുക്ക്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വർമ്മേ, ഇനി നമുക്ക് ചടങ്ങിലേക്ക് കടന്നാലോ? പക്ഷെ അശ്വിൻ ഇതുവരെ വന്നില്ലല്ലോ ശ്രീകരെ. രാജു, ഫംഗ്ഷനുള്ള അറേഞ്ച്മെന്റ്സ് റെഡിയല്ലേ? അതെ, റെഡിയാണ് സർ. ഇവരെന്തൊക്കെയാ പറയുന്നത്? യാമിനി, നമ്മൾ വാങ്ങിച്ച റിങ്സ് എവിടെയാ? റിങ്സ് പൂജാമുറിയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് ചേച്ചി. എങ്കിൽ റിങ്സ് ഇവിടേക്ക് എടുത്തോളൂ. മോളെ ഋതു, എന്റെ സന്തോഷം എങ്ങനെ മോളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്റെ മകൻ അശ്വിൻ ഇപ്പൊ വരും. അവനെ നേരിട്ട് കാണാതെ ഈ നിശ്ചയം ഞങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മോക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഋതുമോളുടെയും എന്റെ മകൻ അശ്വിന്റെയും സന്തോഷത്തിന്റെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ആന്റി ഇതെന്തൊക്കെയാ പറയുന്നത്? ഋതുമോളുടെയും അശ്വിന്റെയും എൻഗേജ്മെന്റിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഈ എൻഗേജ്മെന്റിന്റെ കാര്യം രാജുനറിയായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.